വീഡിയോ എന്തൊക്കെയുണ്ട് സുഖാണോ എല്ലാവർക്കും. അപ്പം ഇന്ന് നമ്മൾ കുറെ ആയിട്ടുണ്ട് നമ്മൾ ഫേസ് ടു ഫേസ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പം കുറച്ചൊരു ബിസി ആയിരുന്നു, പിന്നെ ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ആയിട്ടാണ് വീഡിയോ നമുക്ക് കണ്ടിന്യൂസ്ലി അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റാണ്ട് നിന്നത്. പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ നമ്മൾ വന്നിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആയി ഇപ്പം വെയിറ്റ് ലോസിനെ സംബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തോ ആയിട്ടോ ഒന്നും നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഇൻസ്റ്റഗ്രാമിൽ ഒരു Q&A ഇട്ടിട്ടുണ്ടായിരുന്നു. വെയിറ്റ് ലോസ് എന്താ, എങ്ങനെയുണ്ട്, വീഡിയോ വേണോ, ഞാനിപ്പോൾ നല്ലോണം വെയിറ്റ് കൂടിയിട്ടുണ്ട്. അപ്പം അതുപോലെ നിങ്ങളുടെ അവസ്ഥയൊക്കെ എന്താണ്, എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആക്ച്വലി മൈക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ, വോയിസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് പറയണം. ഇനി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ആക്കാം. നിങ്ങളൊന്ന് കമൻ്റ് ആയിട്ട് ഫീഡ്ബാക്ക് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പം ഈ ഒരു കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടപ്പം കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെയിറ്റ് നീ ഒരുപാട് കൂടിയിട്ടുണ്ട്, ഒരുപാട് തടിച്ചിട്ടുണ്ട്, എന്താണ് പെട്ടെന്ന് ഇങ്ങനെ തടി കൂടിയത്, ഒരുപാട് കൺട്രോൾ ആക്കിയതല്ലേ. സ്കൂളിലാണെങ്കിലും ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, നല്ലോണം വെയിറ്റ് കൂടിയത് എങ്ങനെയാ, എന്ത് പറ്റി, വീഡിയോയിലൊക്കെ ഒരുപാട് വെല്ലിട്ടുണ്ടായിരുന്നല്ലോ, മുമ്പ് കണ്ടപ്പോൾ വരെ ഒരുപാട് വെല്ലിട്ടുണ്ടല്ലോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ആക്ച്വലി ഇപ്പോഴും കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം എനിക്ക് തോന്നി നിങ്ങളും ചോദിച്ച് എന്ത് പറ്റി വെയിറ്റ് ലോസിന്റെ വീഡിയോസ്, ഞങ്ങളും ഇപ്പം വെയിറ്റ് കൂടിയിട്ടുണ്ട്, അപ്പം നമുക്ക് ഒരുമിച്ചിട്ടൊരു വെയിറ്റ് ലോസ് ജേർണി തുടങ്ങിയാലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ എനിക്കും ഓൾറെഡി വെയിറ്റ് കുറക്കണം, സോ നിങ്ങൾക്കും കൂടി വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം ഇനി വെയിറ്റ് കുറക്കാൻ ആഗ്രഹിക്കുന്നവരും വെയിറ്റ് എത്രയും പെട്ടെന്ന് കുറയണമെന്ന് മനസ്സിലുള്ളവരും എല്ലാവരും ഇന്ന് തന്നെ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ഒരു കാര്യം മനസ്സിൽ വെക്കുക, ഞങ്ങൾ വെയിറ്റ് കുറക്കണം, മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും വിഷയമില്ല, എന്തായാലും വെയിറ്റ് കുറക്കണം എന്നുള്ളൊരു ഇതിൽ നിങ്ങൾ നിൽക്കണം. സോ ഇന്നിപ്പം ഞാൻ എൻ്റെ വെയിറ്റ് എത്ര ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് കാണുമ്പോൾ അറിയാൻ പറ്റും ഞാൻ എത്രത്തോളം തടിച്ചിട്ടുണ്ട്. മുമ്പ് നമ്മൾ ലാസ്റ്റ് വെയിറ്റ് ലോസ് വീഡിയോ ഇട്ടപ്പം ആക്ച്വലി ഒരു 62-63 നിന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഒരു 10-17 കിലോ വരെ കൂടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ കൗണ്ട് ചെയ്താൽ മനസ്സിലാവും എത്രത്തോളം കൂടിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പം നമുക്ക് ലൈവായിട്ട് തന്നെ നോക്കാം. ഞാൻ എൻ്റെ വെയിറ്റ് മെഷീൻ എടുത്തിട്ട് വരാം, എത്രത്തോളം ഉണ്ട് നമ്മുടെ വെയിറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഞാൻ എടുത്തിട്ട് വരാം. അപ്പോൾ ആക്ച്വലി ഞാനിപ്പം വെയിറ്റ് മെഷീൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു വെയിറ്റ് മെഷീൻ ഇനിയിപ്പം എവിടുന്നാണ് വാങ്ങിയതെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഈ വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ അവർക്ക് ഫസ്റ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് വെയിറ്റ് മെഷീൻ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു അറിവ്, നമ്മളെ വെയിറ്റ് എത്രത്തോളം ആയി എന്നുള്ളൊരു അറിവ് അവർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഓരോ ദിവസം നമ്മളെ ഫുഡ് അത്രയും കൺട്രോൾ ചെയ്യുമ്പോൾ ആ ഒരു വെയിറ്റ് മെഷീനിൽ കയറി നിൽക്കുമ്പോൾ വെയിറ്റ് ഇങ്ങനെ കുറഞ്ഞ് കാണുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ബോഡിയും ഒരുപാട് മോട്ടിവേറ്റ് ആവുന്നത്. അപ്പൊ അതുകൊണ്ട് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. എങ്ങനെയായാലും ഇപ്പൊ ഈ ഒരു മെഷീനിൽ കയറിയിട്ട് ഞാൻ കാണിച്ചു തരാം എത്രത്തോളം ഉണ്ട് വെയിറ്റ് എന്നുള്ളത്. വെയിറ്റ് ചെക്ക് ചെയ്ത് അപ്പൊ നിങ്ങളും കണ്ട് ഇത്രത്തോളം എന്താ വെയിറ്റ് എന്നുള്ളത്. അപ്പൊ മാഷാ അല്ലാ അൽഹംദുലില്ലാ ആക്ച്വലി 79.7 കിലോ ആയിട്ടുണ്ട്. ഇന്നലെ ഞാൻ വെയിറ്റ് നോക്കിയപ്പോൾ വളരെയധികം സങ്കടം ഉണ്ടായിരുന്നു, കാരണം 81.9 നിന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ 2 കിലോ ഒരു ദിവസം കൊണ്ട് കുറക്കാന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു ടാർഗറ്റ് തന്നെയാണ്. അത് വെയിറ്റ് കുറക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പം ഇന്നത്തെ എന്റെ വെയിറ്റ് 79.7 നിൽക്കുന്നത്. അപ്പം ഇതിന് കുറയുണ്ടോ അല്ലെങ്കിൽ എന്താണ് സ്ഥിതി എന്നുള്ളത് ഞാൻ ഡെയിലി വീഡിയോ അപ്ഡേറ്റ് ആക്കാം നിങ്ങളെ എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. അപ്പം ഈ വെയിറ്റ് ലോസ് ചെയ്യുന്ന ഒരു വ്യക്തി ആദ്യം മനസ്സിൽ ഉണ്ടാവേണ്ട ഒരു കാര്യം ഞാൻ എഗെയിൻ പറയാണ്, നമുക്ക് നമ്മുടെ വെയിറ്റ് ആണ് അത് ഒരു ടാർഗറ്റിലോട്ട് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. കാരണം ചില ആൾക്കാർക്ക് തടിച്ചിരിക്കാനായിരിക്കും ഇഷ്ടം ഉണ്ടാവുക, ഒരുപാട് തടിച്ചിട്ടുള്ള എന്താ പറയുക ബോഡി ടൈപ്പ് ആയിരിക്കും ഇഷ്ടം ഉണ്ടാവുക.
ചില ആൾക്കാർക്ക് വളരെയധികം മെലിഞ്ഞിട്ട് അങ്ങനെയായിരിക്കും ഇഷ്ടമുണ്ടാവും. വല്ലതും അവനവന്റെ ചോയ്സ് ആണ്, എല്ലാ കാര്യങ്ങളും അത് അവനവന്റെ ചോയ്സ് ആണ്. എനിക്ക് ആക്ച്വലി ഒരു നോർമൽ ആയിട്ടുള്ള ഒരു വെയിറ്റ് ആണ് ഇഷ്ടം. അപ്പം എന്നെ പോലെ ആഗ്രഹിക്കുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു വെയിറ്റ് മതി, ഓവറായിട്ട് മെലിയും വേണ്ട, ഓവറായിട്ട് തടിക്കുകയും വേണ്ട, ഒരു നോർമൽ ആയിട്ടുള്ള ഒരു വെയിറ്റ് മതി എന്നുള്ള ആൾക്കാർ ഒന്ന് താഴെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പം നമുക്ക് നോക്കാം ഇങ്ങനെ എത്രത്തോളം ആൾക്കാർക്ക് അങ്ങനെ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇന്ന് തന്നെ നിങ്ങൾ മാക്സിമം നമ്മുടെ ഈ ഒരു ഡയറ്റ് പ്ലാനിലും അതേപോലെ ഈ ഒരു വർക്കൗട്ട് കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ വെയിറ്റ് കുറക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ID വഴി മെസ്സേജ് അയക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങളെയൊക്കെ ഒരുപാട് ഹെൽപ്പ് ആക്കുന്നതാണ്. അപ്പം ഇന്നലെ ഒരു രാത്രി ഞാനിപ്പം രാത്രി വീട്ടില് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെക്ക് ചെയ്യുക. രാത്രിക്കത്തെ ബ്രേക്ക്ഫാസ്റ്റും അല്ലെങ്കിൽ രാത്രി നമ്മൾ ചോറാണ് കഴിച്ചത് രാത്രി കേട്ടോ. എനിക്ക് രാത്രി ചോറ് മസ്റ്റാണ്. അപ്പം ഈ ഒരു രാത്രി ചോറൊക്കെ കഴിച്ചിട്ട് ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്യാനായിട്ട് നോക്കുകയാണ്. അപ്പം ചോറ് കഴിച്ചിട്ട് നോർമലി നമ്മളൊരു ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ ഒരു മോർണിംഗ് ആണ് നമ്മൾ കറക്റ്റ് വെയിറ്റ് ചെക്കിങ് ടൈം. അതായത് ഒരു മോർണിംഗ് നിങ്ങൾ എപ്പോഴാണോ എണീറ്റ് വരുന്നത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ വെയിറ്റ് ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് അതിന്റെ ഒരു എന്താ പറയാ കറക്റ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത് മോർണിംഗ് ഒന്നും ചെക്ക് ചെയ്യാതെ, കാരണം ഞാൻ നോർമലി എന്താ പറയാ ഭയങ്കര ഒരുമാതിരി എന്താ പറയാ തീരെ ഒരു രീതിയിൽ പോലും ഫുഡ് കൺട്രോൾ ചെയ്യാണ്ട് ചോക്ലേറ്റ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളുടെ ഇനി ഡെയിലി വീട്ടില് പ്രോഗ്രാംസ് ആയിരുന്നു. പിന്നെ ആൾസുമാരുടെ ഒപ്പം നാട്ടിൽ വന്നതിന് ശേഷം ഡെയിലി ഫാസ്റ്റ് ഫുഡ് ആയിക്കോട്ടെ അങ്ങനെ ചിക്കൻ ഐറ്റംസ് ഒന്നും എനിക്ക് തോന്നുന്നത് കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല എന്ന് തോന്നുന്നത്. കാരണം ഞാൻ ചിക്കൻ ഐറ്റംസ് ഒക്കെ നമ്മുടെ ഡയറ്റിൽ ഒരുപാട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കാരണം ചിക്കനൊക്കെ അതൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ അല്ലാണ്ട് നമ്മൾ ചോക്ലേറ്റ് എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഡയറി മിൽക്ക്, സ്നിക്കേഴ്സ്, കിറ്റ്കാറ്റ് ഇതൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരും കസിൻസും അവരിവരൊക്കെ ആയിട്ട് നമ്മളിപ്പം ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പുറത്ത് പോകുമ്പോഴും ജ്യൂസസ് ആയിക്കോട്ടെ അങ്ങനെ കഴിച്ചിട്ട് ഞാൻ തന്നെ ഒരു കൺട്രോളും ഇല്ല. തടിക്കുകയാണെങ്കിൽ തടിച്ചോട്ടെ, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂല എന്നുള്ളൊരു ഇതിലാണ് ഞാൻ പോയിക്കൊണ്ട് നിന്നത്. പിന്നെ എന്താ പറയാ ഏറ്റവും ഒരു ഇതായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളടുത്ത് മറ്റുള്ളവർ ചോദിക്കുമല്ലോ നിങ്ങൾ ഒരുപാട് തടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എന്തങ്ങനെ തടി കൂടിയത്, ഇത് കുറച്ചും കൂടി കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാവും, നിങ്ങൾക്ക് കുറക്കാൻ പറ്റൂല, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലീസ് എല്ലാവരും ഇങ്ങനെയാണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് അത്രയും ഒരു ഭയങ്കരമായിട്ടൊരു ഫീൽ ആവുന്ന കാര്യമാണല്ലോ. അപ്പോൾ എനിക്ക് തോന്നി ഞാനിനി തടി കുറക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടി വരും, മറ്റുള്ളവർക്ക് കൂടി അതൊരു യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടി വരുമെന്ന് എനിക്ക് തോന്നിയിട്ടാണ് ഞാനിപ്പം വീഡിയോ ഷൂട്ട് ചെയ്യുന്നുകൊണ്ടിരിക്കണേ. അപ്പം ഇന്നിപ്പോൾ ഏകദേശം ഒരു ഈവനിങ് ഒരു 5 o'clock 5:10 ആയിട്ടുണ്ട് കേട്ടോ. ഒരു 6:30 ഒക്കെ ആകുമ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ് ഇൻഷാല്ല. അപ്പം ഈ ഒരു 5:10 ആയിട്ടുണ്ട്. അപ്പം ഏകദേശം ഞാനിപ്പം ഇന്ന് എൻ്റെ ഡയറ്റ് ഫുഡ് സ്റ്റോപ്പ് ചെയ്തത് ഒരു 3 PM ഫുഡ് സ്റ്റോപ്പ് ചെയ്തത്. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ 3 PM തന്നെ ഫുഡ് സ്റ്റോപ്പ് ചെയ്തത് കാരണം എനിക്ക് 10 ദിവസം അല്ലെങ്കിൽ ഒരു 15 ദിവസം മാക്സിമം ആ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് എൻ്റെ വെയിറ്റ് കുറക്കാൻ അത്രയും ആഗ്രഹമുണ്ട്. കുറേ എമൗണ്ട് ഒരു 1 month 2 month അങ്ങനെ ഒരു 3 month ഒക്കെ പോയി, ഒരു 1 month 3 month അല്ലെങ്കിൽ ഒരു 6 month ഒക്കെ എടുത്തിട്ടാണ് ഓരോരുത്തർ ഓരോ കിലോ അല്ലെങ്കിൽ ഒരു 2 കിലോ വരെ അവർ കുറക്കാനായിട്ട് ശ്രമിക്കുന്നത്. കാരണം എനിക്ക് ഒരിക്കലും അത്രയും ഒരു ഇതുവരെ ഒന്നും വെയിറ്റ് ആക്കാൻ പറ്റൂല. എനിക്ക് അത്യാവശ്യം ചോക്ലേറ്റ് ഒക്കെ കഴിക്കണം, അല്ലെങ്കിൽ ഇനിയിപ്പോ കുറേ കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു പീസെങ്കിലും മാക്സിമം എനിക്ക് കഴിക്കണം എന്നുള്ള ഒരു ഇതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് ഒരു 15 ദിവസം അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ ഒരു 30 ദിവസത്തിനുള്ളിൽ എന്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 60 കിലോ വെയിറ്റ് ആക്കാന്നാണ്. ഇൻഷാല്ലാ മാഷാല്ലാ അങ്ങനെ പറ്റട്ടെ എന്നാണ് എന്റെ ആഗ്രഹം. അപ്പം എന്റെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. സോ നിങ്ങൾക്ക് വെയിറ്റ് കുറക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ വരാം. നിങ്ങൾ കഴിച്ച ഫുഡ് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒക്കെ നിങ്ങൾ പറയാട്ടോ. അപ്പം ഇന്ന് ഞാൻ രാവിലെ കഴിച്ചത് ഞാൻ നല്ല പറഞ്ഞല്ലോ, ഇന്നലെ രാത്രി ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്തത്. രാവിലെ ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്തില്ല, കാരണം രാത്രി നമ്മൾ വെയിറ്റ് ചെക്ക് ചെയ്ത് കിടക്കുമ്പോൾ അറിയാൻ പറ്റും രാവിലത്തെ ഈ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു വെയിറ്റ് എത്രത്തോളം ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ രാത്രി എത്ര വെയിറ്റ് ആയാലും കുഴപ്പമില്ല, ഇനിയിപ്പോ എന്തായാലും അങ്ങോട്ട് തുടങ്ങല്ലേ എന്നുള്ളതിൽ ചെക്ക് ചെയ്തത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ 81.9 നിന്നിട്ടുണ്ടായിരുന്നത്. 9 എന്ന് പറഞ്ഞാൽ 82 തന്നെയാണ് കേട്ടോ. അത് ജസ്റ്റ് ഒരു ഗ്രാമിന്റെ വ്യത്യാസത്തിലാണ് നിൽക്കുന്നത്. അപ്പം ഇപ്പൊ എന്തായാലും 79 എന്ന് പറയാതെ അത്രയും വലിയ കാര്യമാണ്. അപ്പൊ ഞാൻ രാവിലെ കഴിച്ച ഫുഡ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ മോർണിംഗ്
മോർണിംഗ് എണീറ്റിട്ട് ആക്ച്വലി ലൈം വാട്ടർ ആണ് കുടിക്കേണ്ടത്. അതൊന്നും ഇവിടെ ലൈം ഇല്ലായിരുന്നു. അപ്പം ലൈം ഇല്ലാത്തത് കൊണ്ട് ലൈം വാട്ടർ കുടിച്ചിട്ടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് മോർണിംഗ് ലൈം ഇല്ലല്ലോ, അപ്പം നമ്മള് ഉണ്ടെങ്കിൽ എന്തായാലും മസ്റ്റ് ആയിട്ട് ലൈം വാട്ടർ കുടിക്കണം കേട്ടോ. നല്ലൊരു നമ്മുടെ സ്റ്റൊമക്കിന് നല്ലൊരു ഡ്രിങ്ക് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ മോർണിംഗ് എണീറ്റ പാട് ജസ്റ്റ് ഫ്രഷ് ആയി ഡയറക്റ്റ് എല്ലാം കഴിഞ്ഞ് കിച്ചണിലോട്ട് വന്നപ്പം ഇന്ന് നമ്മള് കിച്ചണിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഇങ്ങനെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എന്ന് കിച്ചണിൽ വന്നാലും എൻ്റെ ഉമ്മ എന്നെ വിളിക്കലുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇന്ന് വിളിച്ചിട്ടില്ല എന്ന് തോന്നുന്നത്. അപ്പൊ ഞാനൊന്ന് കുറച്ചൊരു 10 മണിയൊക്കെ ആയപ്പോഴാണ് ഇന്ന് ഞാൻ എണീറ്റത് കേട്ടോ. കാരണം എനിക്ക് ക്ലാസ് ഇല്ലല്ലോ, അപ്പൊ ഞാൻ കുറച്ച് ടൈം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കിച്ചണിൽ വന്നിട്ട് ഞാൻ സെക്കൻഡ് കിച്ചണിൽ വന്ന പാടന്നെ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ഇന്നലെ വരുമ്പോ തന്നെ എനിക്ക് അവിടെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ഞാൻ ഓൾറെഡി വാങ്ങിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം വാങ്ങി ഞാൻ പറഞ്ഞ് അപ്പം കൊടുന്ന് തന്നിട്ടാ. അങ്ങനെ വീട്ടിൽ വന്ന് ഫസ്റ്റത്തെ കിച്ചണിൽ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. ഡയറക്റ്റ് ഞാൻ അങ്ങോട്ട് തന്നെ പോയി വേറെ ഒരു കാര്യത്തിലേക്ക് ഞാൻ നോക്കിയിട്ടില്ല. ഇന്ന് ഇവിടെ എന്താണ് ഫുഡ് അല്ലെങ്കിൽ ഇന്ന് ഇവർ എന്താണ് മേക്ക് ചെയ്തിട്ടുള്ളത് എന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല. അങ്ങനെ ഞാൻ എന്റെ ഫുഡ് ഐറ്റംസ് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഇന്ന് ഒരുപാട് ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ട്. അപ്പം എനിക്കിപ്പം രാവിലെ എണീറ്റ പാട് നമുക്കറിയാലോ, ഒരിക്കലും ഒരു ഫ്രൂട്ട്സ് കഴിച്ചിട്ടോ ഒന്നും അതിനെക്കൊണ്ട് ഒരിക്കലും പറ്റൂല. ഇനിയിപ്പോ ഫ്രൂട്ട്സ് കഴിച്ചാൽ ഒരു 11 മണി ഒരു 10:30 ഒക്കെ ആകുമ്പോഴത്തേനും തുടങ്ങും വിശക്കാനായിട്ട്. എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് ഫുഡ് കഴിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു ദോശയാണെങ്കിൽ വരെ എനിക്ക് 2 മാക്സിമം എന്തായാലും വേണം. അങ്ങനെയാണ്. അപ്പൊ ഞാൻ ഇനിയിപ്പോ ഒന്നും നോക്കില്ല. ഞാൻ എണീറ്റ പാടന്നെ നമ്മുടെ ഒരു ബോട്ടിലുണ്ട്, ഇപ്പോഴും എന്റെ കയ്യിൽ ആ ബോട്ടിലുണ്ട്. ഇതിപ്പോ ഒരു 2 ലിറ്ററിന്റെ ബോട്ടിലാണ്. ഈ ബോട്ടിൽ ഇപ്പൊ ഞാൻ ഇത്രയും കുടിച്ച് തീർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം 1 ലിറ്റർ തന്നെ ഒരു ദിവസം മതി. അപ്പം ഇതിപ്പോ ഞാൻ പകുതി കുറച്ച് വെച്ചിട്ട് കുടിച്ചതാണ്. ഇതിൽ കുറച്ചും കൂടി ബാക്കിയുണ്ട്. അപ്പൊ ഈ ഒരു ബോട്ടില് ഇത് കണ്ടാൽ തന്നെ കുടിക്കാൻ തോന്നില്ല, അത്രയും വലിയ ബോട്ടിലാണ്. അപ്പം ഇതാണ് ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. കാരണം ഇത് കുടിക്കല് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക്, അതുകൊണ്ടാണ് ഞാനിത് കൂടെ കൊണ്ട് നടക്കുന്നത്. അങ്ങനെ ഈ ഒരു ബോട്ടിൽ വെള്ളം ഞാനൊരു പകുതിയോളം കുടിച്ചിട്ടുണ്ട്. രാവിലെ വെള്ളം കുടിക്കാന്ന് പറഞ്ഞതും കാരണം രാവിലെ ഇത്രയും ദിവസം ഞാൻ ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റ് വന്നാൽ ഒരു 5:30 എണീറ്റ് ഞാൻ ഓർലിക്സ് കുടിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അതായത് സുബഹി നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഓർലിക്സ് കുടിക്കുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു. ഓർലിക്സ് അല്ലെങ്കിലും എനിക്ക് പാലിട്ടിട്ടുള്ള ചായ മസ്റ്റ് ആണ്. ഇനിയിപ്പം ഇവിടെ പാൽ ചായ ഇല്ല, കട്ടൻ ചായ ആണെന്നുണ്ടെങ്കിലും പാൽ ചായ എങ്ങനെയെങ്കിലും കിട്ടണം. ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ ആരും കാണാതെ ഞാൻ എടുത്തിട്ട് കുടിക്കുന്ന ഒരു ശീലം എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഞാൻ വെള്ളം കുടിക്കാന്ന് പറഞ്ഞത് അത്രയും വലിയൊരു ടാർഗറ്റാണ്. ബാക്കിയുള്ളവരൊക്കെ എന്താ പറയാ ചായ ഇതൊക്കെ കുടിക്കുമ്പോൾ അതങ്ങനെ കാണുമ്പോഴുള്ളൊരു ഇതെന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പം ഞാനും ഉമ്മി മാത്രമേ ഉള്ളൂ. പക്ഷെ വേറെ കസിൻസ് അവരെ അടുത്തൊക്കെ നമ്മൾ നിൽക്കുന്ന ടൈമിലാണ് അത് അറിയാം. കാരണം എല്ലാവരും കുടിക്കായിരിക്കും ചായ അല്ലെങ്കിൽ ഓർലിക്സ്, ബൂസ്റ്റ് അങ്ങനത്തെ കോഫി ഐറ്റംസ് ഒക്കെ. നമുക്കത് കുടിക്കാൻ പറ്റൂലല്ലോ. നമ്മളെ തടി കുറയ്ക്കൽ നമ്മൾ ഉത്തരവാദിത്തമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു വെള്ളം നിങ്ങൾ രാവിലെ തന്നെ കുടിക്കുക. വെള്ളം കുടിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈം ജ്യൂസ് ആണ് കേട്ടോ. അപ്പൊ എന്റെ കയ്യിൽ അതൊന്നും ലൈം ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വെള്ളം കുടിച്ചത്. അങ്ങനെ അതങ്ങോട്ട് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞല്ലോ ഫ്രൂട്ട്സ് ഐറ്റംസ്. അപ്പൊ ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നു റോബസ്റ്റ്, ഓറഞ്ച് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. റോബസ്റ്റ് ഉണ്ടല്ലോ. അപ്പൊ ഞാൻ കഴിച്ചത് ഒരു റോബസ്റ്റും ഒരു ഓറഞ്ചും ആണ് രാവിലെ ഞാൻ ഇന്ന് കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇതിന്റെ കലോറീസിന്റെ ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഒരു റോബസ്റ്റും ഒരു ഓറഞ്ചും മാത്രമാണ് ഞാൻ കഴിച്ചത്. അപ്പം ഈ ഒരു റോബസ്റ്റും ഈ ഒരു ഓറഞ്ചും കഴിക്കുന്ന ടൈമില് ഞാൻ എന്റെ മനസ്സിലുണ്ടായിരുന്നു എന്റെ വെയിറ്റ് ഞാനൊന്ന് കുറക്കും, അല്ലെങ്കിൽ ഇനി ഒരിക്കലും ഞാൻ മദർ ഐറ്റംസ് കഴിക്കൂല. ആര് പറഞ്ഞാലും ഞാനത് കേൾക്കാനായിട്ട് നിൽക്കൂല. നമ്മളെ വീട്ടിലുള്ളതാണ്, ആരെങ്കിലും ഒക്കെ വിളിക്കും, ഉമ്മയെ അല്ലെങ്കിൽ വേറെ ആരായാലും വിളിക്കും, എന്തെങ്കിലും കഴിക്കാവായോ, ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കും. പക്ഷെ നമ്മൾ ഒരിക്കലും കഴിക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഒരിക്കലും എനിക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റൂല. ഇനിയിപ്പം ഒരു പീസ് ചോക്ലേറ്റ് തിന്നാ വിളിച്ചാൽ കംപ്ലീറ്റ് ചോക്ലേറ്റും തരേണ്ടി വരും, അല്ലെങ്കിൽ ഇട്ട് അടങ്ങാറാക്കും. അങ്ങനത്തെ സ്വഭാവമാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണോ നിങ്ങൾക്ക് പറ്റും കൺട്രോൾ ആക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയ പീസൊക്കെ കഴിക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. എനിക്കങ്ങനെ പറ്റൂല. കാരണം എനിക്ക് എന്റെ തടി കുറക്കല് നിർബന്ധമാണ്, പെട്ടെന്ന് എനിക്ക് കുറയും വേണം. അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പോ അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ മോർണിംഗ് വർക്കൗട്ട് ചെയ്യലുണ്ട്. ഇതിപ്പം നിങ്ങൾ ഈ ഒരു ഡയറ്റ് എടുക്കണ ഈ ഒരു ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യണം. ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഫുഡ് നല്ലോണം കൺട്രോൾ ചെയ്യുക. ടൈമൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഈ ഒരു ടൈമിൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യേണ്ട ഒരു കാര്യമൊന്നും ഇല്ല കേട്ടോ. ഈ ഒരു ഡയറ്റ് നിങ്ങൾ ഇത് ഫോളോ ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണ്ട,
വർക്കൗട്ട് കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്യണ്ട, ലൈറ്റായിട്ട് നടക്കേ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മളിപ്പോ വീട്ടിൽ ഇപ്പൊ ജസ്റ്റ് ഇങ്ങനെ ഇരുന്ന് റിമോട്ട് പിടിച്ചിരിക്കുക, ടി വി ആണ് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ അങ്ങനെ പിടിച്ച് അങ്ങനെ ഒരു ഭാഗത്തിരുന്ന് കളിക്കാൻ, ആ നേരം കൊണ്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്നു നോക്കി, നല്ലൊരു കാര്യമായിരിക്കും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജസ്റ്റ് നടക്കുക, അത്രയൊക്കെ മതി. ഓവറായിട്ട് നമ്മൾ ചാടി കളിക്കുക അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യേണ്ട അതിന്റെ കാര്യമൊന്നും ഇല്ല കേട്ടോ. ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യണം. എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യമാണ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത്. അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഡെയിലി വർക്കൗട്ട് ചെയ്യാൻ നമ്മുടെ ബോഡിക്ക് എത്രയും എഫക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു, നമ്മളെ സംബന്ധിച്ചിട്ട് എന്തോ ഒരു മല പോലെയുള്ള ഒരു കാര്യമാണ് വർക്കൗട്ട് ചെയ്യാൻ രാവിലെ എണീക്കുക. എസ്പെഷ്യലി എനിക്ക് രാവിലെ എണീക്കല് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്, അതായത് വർക്കൗട്ട് ചെയ്യുക അങ്ങനത്തെ കാര്യത്തിനൊക്കെ കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ദെൻ ഞാൻ പിന്നെ ഫുഡ് കഴിച്ചത് 12 മണിയൊക്കെ ആയപ്പോ എനിക്ക് ഭയങ്കര വിശപ്പ്. ഈ ഒരു ഇതും കൂടി കഴിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ആ ഒരു ടൈം ആയപ്പോ ഭയങ്കര വിശപ്പ്. ഞങ്ങളെ വീട്ടില് പിന്നെ അതുമല്ല ഈ 12 മണി ഒരു 12:30 ഒക്കെ ആകുമ്പോ ഉമ്മ ജ്യൂസ് ഉണ്ടാക്കും, എന്തെങ്കിലും ഒരു ജ്യൂസ് ഉണ്ടാക്കും. ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഐസ്ക്രീം ഒക്കെ ഇട്ടിട്ട് പിന്നെ ചോക്ലേറ്റ് ഒക്കെ വെച്ചിട്ടുള്ള ജ്യൂസ് ഒക്കെ ഉണ്ടല്ലോ. ഇനിയിപ്പോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും കൂടി എന്തെങ്കിലും ഒരു ജ്യൂസ് ഉണ്ടാവും. അപ്പം ജ്യൂസ് ഉണ്ടാക്കുന്ന ടൈമില് മധുരം ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ട് അത് കുടിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടൊരു കാര്യമില്ല കേട്ടോ. എനിക്ക് എന്റെ ഒരു ജീവിതത്തിൽ എനിക്ക് കൺട്രോൾ ആക്കാൻ പറ്റാത്തൊരു കാര്യം മധുരം മാത്രമാണ്. ചോറ് കിട്ടിയില്ലെങ്കിലും മധുരം എനിക്ക് അത്ര ഇഷ്ടമാണ്. എസ്പെഷ്യലി സ്വീറ്റ്സ് ഐറ്റംസ്. ഇനിയിപ്പം ലഡു, ജിലേബി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഒരു ബോക്സ് അവിടെ ടേബിളിൽ കൊടുന്നു വെച്ചാൽ അത് കംപ്ലീറ്റ് കഴിക്കും. എത്ര തന്നാലും വേണ്ടാന്ന് പറയില്ല. അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. എത്രയും കഴിച്ചോളാം, അത്ര ഇഷ്ടമാണ്. അപ്പം എന്താ പറയാ, അതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കുക കുറച്ച് ദിവസത്തിന്. പിന്നെ നമ്മളത് കഴിക്കുമ്പോൾ കൺട്രോൾ ആക്കി, വളരെയധികം കൺട്രോൾ ആക്കിയിട്ട് മാത്രം നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ തടി കുറക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെയും നമ്മൾ ഒരുപാട് തടിച്ചിരിക്കും. ഡ്രസ് ചെയ്താലൊക്കെ ഭയങ്കര ബോറാവും. ഞാൻ തന്നെ അന്ന് കണ്ണാടിയിൽ നോക്കിയിട്ട് നമുക്ക് തോന്നാം ഒരുപാട് തടിച്ചിട്ടുണ്ട്, എനിക്ക് വെസ്റ്റേൺ ഡ്രസ് ഒന്നും ഇടാൻ ഭയങ്കര ബോറായിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നി ഞാൻ ഭയങ്കര ബോറായിട്ടുണ്ട്. എന്നാലും കൂടി എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ തന്നെ എൻ്റെ തടി കുറക്കണം എന്നുള്ള ഒരു ഇതുള്ളത് കൊണ്ട് ഞാൻ തന്നെ ഇന്ന് മനസ്സിലൊരു കാര്യം വിചാരിച്ചു. ആക്ച്വലി എൻ്റെ തടി അത് ഞാൻ കുറച്ചിരിക്കും എന്നുള്ളൊരു ഇതിലാണ് എണീറ്റത് തന്നെ. അപ്പൊ നിങ്ങളും അങ്ങനെയൊക്കെ എണീക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റ്. പിന്നെ ഒരു 1 മണിയൊക്കെ ആയപ്പോൾ കഴിച്ച ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് ഞാൻ 1 മണിക്ക് കഴിച്ച ഫുഡ് ക്യാബേജിന്റെ ഉപ്പേരി ഉണ്ടല്ലോ, ആ ക്യാബേജ് ഉപ്പേരി കഴിച്ച് പിന്നെ നമ്മളുടെ ബനാനേന്റെ ഗ്രീൻ കളർ പച്ചക്കായ എന്നൊക്കെയാ അവിടെ പറയാ കേട്ടോ. എനിക്കറിയില്ല നിങ്ങൾ അവിടെ എന്താ പറയാ. ഗ്രീൻ ബനാന ഉണ്ടല്ലോ, ആ ബനാന കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ ബനാന ഉപ്പേരി വെച്ചിട്ടുണ്ട്, അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയ പീസ് ചിക്കൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ ഇന്ന് ഫിഷ് അല്ല ചിക്കൻ ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഞാനൊരു ചെറിയ പീസ് ചിക്കൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു 2 മണിയൊക്കെ ആയിട്ടോ. ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ 2 മണിയൊക്കെ ആയി. ദെൻ 2 മണിയൊക്കെ ആയി ഒരു 2-3 മണി, പിന്നെ ഒരു 1 അവറിനുള്ളിൽ ഞാൻ ഒരുപാട് വെള്ളം കുടിച്ചു. പിന്നെ ഒരു 3 മണി ആയപ്പോൾ ഞാൻ ഓറഞ്ച് കഴിച്ചു. എഗെയിൻ 2 ഓറഞ്ചാണ് കഴിച്ചത്. ഫുഡ് സ്റ്റോപ്പ് ചെയ്യാനുള്ള ടൈമായി. 2 ഓറഞ്ച് കഴിച്ചു, നിർത്തി ഫുഡ്. പിന്നെ ഫുഡിന്റെ അടുക്കളേക്കോ കിച്ചണിക്കോ ഒന്നും പോയിട്ടില്ല. വെള്ളം അല്ലെങ്കിൽ ഗ്രീൻ ടീ ഒക്കെ വേണം ഇനി എനിക്ക്. ഗ്രീൻ ടീ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കി എടുക്കാനായിട്ട് പറ്റും. ബോഡി ഫുള്ള് നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ഗ്രീൻ ടീ, ചിയാ സീഡ്, ഫ്ലേക്സ് സീഡ് ഒക്കെ. അപ്പം ഗ്രീൻ ടീ കുടിക്കണം ഇനി എനിക്ക്. ഞാനിനിപ്പം കിച്ചണിൽ പോയാൽ എന്താ സ്ഥിതി എന്നറിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഉമ്മൻ്റെ അടുത്ത് പറയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനാണ് വിചാരിച്ചിട്ടുള്ളത്. കാരണം കിച്ചണിൽ പോയാൽ ബേക്കറി ഐറ്റംസ്, ഇവിടെ ഒരു ഈവനിങ് ടൈമില് ചായ കുടിക്കുമ്പോൾ ഒരുപാട് ബേക്കറി ഐറ്റംസ് ഉണ്ടാവും. എസ്പെഷ്യലി ബിസ്ക്കറ്റ് ഐറ്റംസ് ആയാലും അല്ലെങ്കിൽ വേറെ ഐറ്റംസ് ആയാലും ഒക്കെ കഴിക്കാനായിട്ട് തോന്നും. എന്നാൽ കൂടി അത് കഴിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മള് കുറച്ച് ഹോട്ട് വാട്ടറിൽ കുറച്ച് ഗ്രീൻ ടീ ഇട്ടിട്ട് അത് കുടിക്കാൻ ശ്രദ്ധിക്കുക. ചായ, ബൂസ്റ്റ്, ഹോർലിക്സ് അങ്ങനത്തെ ഒന്നും കുടിക്കരുത്. അപ്പം അതൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമാണ് വെയിറ്റ് നല്ലോണം കുറക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് തടി അത്ര പെട്ടെന്ന് ഇങ്ങോട്ട് കൂടിയ അങ്ങനത്തെ ഒന്നും ഇല്ല. കാരണം തീരെ കൺട്രോൾ ആക്കണില്ല ഫുഡ്. അപ്പം കൺട്രോൾ ആക്കണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാവിലെ ഇപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നോർമലി ഒരാൾക്ക് 2 ദോശ കഴിക്കാൻ പറ്റുക. നോർമലി എന്ന് പറഞ്ഞാല് അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇത് തീരെ കൺട്രോൾ ഇല്ല. 4 എണ്ണമൊക്കെ കഴിക്കും. അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചക്ക് ചോറ് കഴിക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല എമൗണ്ടിൽ ചോറ് കഴിക്കും. അത് ഒരു എന്താ പറയാ 2 ഗ്ലാസ് ചോറൊന്നല്ല, 3-4 ഗ്ലാസ് ചോറ് കിട്ടണം. ഇല്ലാന്നുണ്ടെങ്കിൽ
ഉമ്മന്റെ കൂടെ ഞാൻ കുറച്ചിരിക്കും, അങ്ങനത്തെ ഇതുണ്ടായിരുന്നു. പിന്നെ ഒരു ഈവനിങ് ടൈമിൽ ചായ എനിക്ക് അത്ര ഒരു ഇതില്ല കേട്ടോ. രാവിലെയാണ് ചായ ഇഷ്ടം, ഈവനിങ്ങിൽ അങ്ങനെ ഇഷ്ടമില്ല. അപ്പൊ ഈവനിങ്ങിൽ ചായ കിട്ടിയിട്ടില്ലെങ്കിലും ബിസ്ക്കറ്റോ കടി ഐറ്റംസോ അല്ലെങ്കിൽ ഇവിടെ പിന്നെ പൊരിച്ച കടി ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഇപ്പം ഞാനായിട്ട് അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഉണ്ടാക്കുന്നവർ കഴിച്ചോട്ടെ, എനിക്ക് എന്റെ തടി കുറക്കണം എന്നുള്ള ഒരു ഇതിൽ ഞാൻ ഉമ്മ പറഞ്ഞാലും കൂടി പറയലുണ്ട്, എനിക്ക് ഉണ്ടാക്കാൻ പറ്റൂല, ഞാനത് കഴിക്കും എന്നുള്ളത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അത് നിർത്തിയിട്ടുണ്ട്. ലൈക്ക് ഒന്നുമില്ലെങ്കിൽ പഴംപൊരിയെങ്കിലും പൊരിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പം പഴംപൊരി ആണെങ്കിലും 3, 4, 5 തീരെ ലെവലില്ലാതെ കഴിച്ചുകൊണ്ട് നിൽക്കും. ഉമ്മക്ക് 2 കഴിച്ച് സ്റ്റോപ്പ് ചെയ്യും. ഞാൻ അങ്ങനെയല്ല, 5 തന്നാലും 8 തന്നാലും ഈ വലിയമ്മ ഉണ്ടല്ലോ, വലിയമ്മക്ക് കൊടുത്ത ബാക്കി ഉണ്ടെങ്കിലും ഞാൻ കഴിക്കും. എനിക്ക് അത്ര ഇഷ്ടമാണ്, കാരണം മധുരമാണ്. അപ്പം അങ്ങനത്തെ ഒക്കെ കഴിക്കും. അപ്പം അങ്ങനെയൊക്കെ കൂടിയതാണ് വെയിറ്റ്. പിന്നെ ഉപ്പുണ്ടായിരുന്ന ടൈമിൽ ഞങ്ങൾ ഡെയിലി പുറത്തു പോയിട്ട് ഫ്രൈഡ് റൈസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ, ചിക്കൻ ഐറ്റംസ് വലിയ പ്രശ്നമില്ല, എന്നാലും ഫ്രൈഡ് റൈസ് ഐറ്റംസ് നിങ്ങൾക്ക് അറിയാലോ എത്രത്തോളം ഇതുണ്ട് എന്നുള്ളത്. അതൊക്കെ ഇങ്ങനെ കഴിക്കും, ഒരുപാട് കഴിക്കും. ഷവർമ ഒക്കെ കഴിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് കൂടിയ വെയിറ്റ് ആണ്. അപ്പം ഇന്ന് ഞാൻ ഫോളോ ആക്കിയ ഫുഡാണ് ഇപ്പൊ ഞാൻ കാണിച്ചത്. എന്റെ വെയിറ്റും നിങ്ങൾ കണ്ടു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാ വെയിറ്റ് കുറക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഡേ 1 വീക്കിലെ ഡയറ്റ് ഇപ്പം ഇത്ര മതി. 3 മണിക്ക് നമ്മൾ ഫുഡ് സ്റ്റോപ്പ് ചെയ്യണം. അതാണ് 1 വീക്കില് നമ്മൾ ഡയറ്റ് ചെയ്യാനായിട്ട് പോകുന്ന ആൾക്കാർ 3 മണിക്ക് ഫുഡ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നല്ലോണം വിശക്കുന്നുണ്ട്, തീരെ കൺട്രോൾ ആക്കാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ ഒരു റോബസ്റ്റും കൂടി നിങ്ങൾ കഴിക്കുക. കുഴപ്പമൊന്നുമില്ല. രാത്രി കിടക്കാൻ നേരത്തെ ഒന്നും കൂടി കഴിച്ചോളൂ. എന്നിട്ട് നല്ലോണം വെള്ളം കുടിക്കുക, നല്ലോണം ഗ്രീൻ ടീ ഒക്കെ കൊടുക്കുക ബോഡിക്ക്. ഗ്രീൻ ടീ ഇല്ലെങ്കിൽ പ്രശ്നമില്ല, ഉള്ളവരെ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ അത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ വെയിറ്റ് കുറക്കണം എന്ന ആഗ്രഹമുള്ളവർ മാത്രം വീഡിയോ കണ്ടാൽ മതി. അല്ലാത്തവർക്ക് തോന്നും എന്തിനാണ് വെയിറ്റ് കുറക്കണം, അങ്ങനെയുള്ളവരൊന്നും കാണണ്ട. വെയിറ്റ് കുറക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം ദയവ് ചെയ്ത് വീഡിയോ കാണാം. വെയിറ്റ് കുറക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വീഡിയോ നിങ്ങളൊന്ന് ഫോർവേഡ് ചെയ്യണം. ഇന്നത്തെ നമ്മുടെ വെയിറ്റ് 79.4 ആണ്. നാളെ നമുക്ക് അപ്ഡേറ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം എത്രത്തോളം ഉണ്ട്. നിങ്ങൾക്ക് നാളെയും ഞാൻ കാണിച്ചു തരാം. പിന്നെ ഡെയിലി വെയിറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്ക് വെയിറ്റ് സ്റ്റെക്ക് വരും. വെയിറ്റ് സ്റ്റെക്ക് വന്നു കഴിഞ്ഞാൽ അതേപോലെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇനി പറ്റൂല, മതി, തടിച്ചുകൊണ്ടേ ഇരിക്കട്ടെ, ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല, വെയിറ്റ് കുറയണില്ല എന്നുള്ളത്. അത് 2 ദിവസം കഴിഞ്ഞാൽ ലെവലാവും. വെള്ളമൊക്കെ നല്ലോണം കുടിച്ചു കഴിഞ്ഞാൽ റെഡിയാവും. അപ്പം അത്രയാണ് ഇന്നത്തെ വീഡിയോ. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ, സീ യു. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിലൊക്കെ മെസ്സേജ് അയക്കാം കേട്ടോ.